ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പൊ നോക്കൂ, നിങ്ങൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം എഴുതാൻ അല്ലെങ്കിൽ റെസ്യൂം അല്ലെങ്കിൽ CV അല്ലെങ്കിൽ കരിക്കുലം വിറ്റ്, ആ CV-ന്റെ ഫുൾ ആട്ടോ കരിക്കുലം വിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയോഡാറ്റ എന്ന് വരെ ചോദിക്കും ചിലപ്പോൾ, ബയോഡാറ്റ എന്ന് പറയുന്നത് കേട്ടോ. എന്ത് എഴുതാൻ വന്നാലും നമുക്കിത് എഴുതി കൊടുത്താൽ മതി കേട്ടോ. നോക്കൂ, നിങ്ങൾ ഇൻസ്പയർഡ് ബൈ ഒരു ചോദ്യം ആട്ടങ്ങള് 2016 ചോദിച്ചൊരു ചോദ്യം 8 മാർക്കിന്റെ. ഇൻസ്പയർഡ് ബൈ ഷഹീൻ മിസ്ത്രി, യു വാണ്ട് ടു ജോയിൻ ആകാംക്ഷ ഫൗണ്ടേഷൻ. നിങ്ങൾക്ക് ആകാംക്ഷ ഫൗണ്ടേഷനിൽ ജോലി ചെയ്യണം, പറ. ആസ് എ ടീച്ചർ വോളണ്ടിയർ ആയിട്ട് ജോലി ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ എഴുതണം, പിന്നെ റെസ്യൂം എഴുതണം, ടു ബി സെൻഡ് ടു ദി ഫൗണ്ടേഷൻ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതാണ്, റെസ്യൂം എഴുതാണ്. പോസ്റ്റ് എന്താണ്? വോളണ്ടിയർ ടീച്ചേഴ്സ് ആണ്, ഹൈസ്കൂളാണ്. പിന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. പിന്നെ ഡിസൈറബിൾ കമ്പ്യൂട്ടർ സ്കിൽ വേണം, ഗുഡ് കമാൻഡ് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് വേണം, എക്സ്പീരിയൻസ് 2 വർഷത്തെ വേണം, എബോവ് ദി അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് പോയിന്റ് ആണ് ഇവിടെ ഉള്ള അല്ലേ. ഇത് വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യാണ്, അഡ്രസ് നോക്കൂ നിങ്ങൾ. ദ CEO ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറയുന്നതിന്റെ CEO എന്നൊക്കെ പറഞ്ഞ അഡ്രസ്സിലാണ് കൊടുക്കാനുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഫ്രം അഡ്രസ് കൊടുക്കുന്നത്, പിന്നെന്താണ് ഇവിടെ ഡേറ്റ് കൊടുക്കുന്നത്. ടു ആർക്കാണ് പറ? ദ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന സാധനല്ലേ, അതിന് പകരം എന്ത് നോക്കണം, പറ ദ CEO ഓഫ് ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറയുന്നതല്ലേ. സോ അങ്ങനത്തെ ഒരു ഇവിടുത്തെ പോസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക, യെല്ലോയിലുള്ള പോസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളത് നമ്മൾ കുറെ അല്ലേ. ഇതിന്റെ വേറൊരു വീഡിയോ ഉണ്ടല്ലോ, എന്ത് വന്നാലും ഈ ജോബ് ആപ്ലിക്കേഷന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ വെച്ചിട്ടുള്ള അല്ലേ, റെസ്യൂം വെച്ചിട്ടുള്ള ഒരു നോട്ട് ഉണ്ടാവുന്നതിന്റെ അടി കാണാൻ കഴിയും നിങ്ങൾക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ എങ്ങനെ എഴുതാന്നുള്ളത് പല വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട്. അടിയിലൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ കഴിയും. താങ്ക് യു വെരി മച്ച്.